ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ദില്ലി ദാലിയുടെ നമ്മുടെ ലോകം 7 മിനിറ്റിൽ എന്ന പോഡ്കാസ്റ്റ് പരമ്പരയുടെ പുതിയ അധ്യായമാണ് ഇത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏറ്റവും പ്രായം കൂടിയ ആളായിരുന്നു ട്രംപ്. 78 വയസ്സും 22 ദിവസവും. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് മെയ് മാസം 26-ാം തീയതി, അമേരിക്കയിലെ മിലിറ്ററി ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം വൈറ്റ് ഹൗസിലേക്ക് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു പോകുമ്പോൾ ലോകം ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യത്തിനെക്കുറിച്ച് ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. ആ വിഷയമാണ് നമ്മുടെ ലോകം 7 മിനിറ്റിൽ എന്ന പോഡ്കാസ്റ്റിൽ ഇന്ന് ദില്ലി ദാലി പരാമർശിക്കുന്നത്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെയും ആമുഖമായി ഞാൻ പറയാറുള്ള അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഡൊണാൾഡ് ട്രംപ് വൃദ്ധനായോ? പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫ്രാൻസിലേക്ക് യാത്ര ചെയ്യുന്നതിനായി വിമാനത്തിൽ കയറിയതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ഏതായാലും ഫ്രാൻസിലേക്ക് വിമാനം കയറുകയാണ്, മരണശേഷം സ്വർഗരാജ്യത്തിൽ എനിക്ക് പ്രവേശനം കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന്. ഈ വർഷത്തിൻ്റെ ആദ്യം മറ്റൊരവസരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല, എത്രയോ ആളുകൾ എന്നെ ഉന്നം വെച്ച് നടക്കുന്നു എന്ന്. മരണഭയം ഡൊണാൾഡ് ട്രംപിൽ കടന്നുകൂടിയിട്ടുണ്ടോ? വാർദ്ധക്യം ലോകത്തിലെ ഏറ്റവും ശക്തനായ ഈ ഭരണാധികാരിയെ ബാധിച്ചു തുടങ്ങിയോ? വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മീറ്റിങ്ങുകളിൽ ഉറക്കം തൂങ്ങുന്ന ഒരു ഡൊണാൾഡ് ട്രംപിനെ നാം ഇപ്പോൾ കാണുന്നു. വലിയ ആതുരതകൾ, വല്ലായികകൾ അദ്ദേഹത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ലോകമാധ്യമങ്ങളും അമേരിക്കൻ ജനതയും ലോകജനതയും അത് ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. Dr. Sanjay Gupta, CNN's chief medical correspondent. Sanjay, so great to see you as always. Donald Trump is the oldest person ever elected president in the U.S. He's about to turn 80. What do we know about his health? Well, we know what they've told us. That's the nature of when it comes to health reports. Obviously, we can just go by what they tell us. As you mentioned, Pamela, he's had 3 visits over the last 13 months. One was a scheduled visit. We knew about it. That was in April of last year. And here are some of the things that we learned at that visit. Obviously, his age, his weight, slightly elevated blood pressure, has some sun damage, which we can talk about, to his skin. And then that cognitive assessment exam, that Montreal Cognitive Assessment exam, which he's talked about having taken a few times now and always scored perfectly. He's on various medications, most of them for cardiac sort of stuff, statins and cholesterol-lowering medications, and then that aspirin as well, which he takes at a much higher dose than would be recommended, if it's recommended at all, 4 times higher dose. Family history-wise, his father had Alzheimer's disease, passed away of that at age 93. I think had symptoms 7 or 8 years before he passed away. But that's kind of what we know. And then again, a visit in July to assess, at that time we were told what was going on with his legs. And then again, a visit in October, which we weren't told about, and then got a report 2 months later about what those exams were. So it's a cloudy picture, but that's kind of what we know. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹം വാൾട്ടർ റീഡ് നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെൻ്ററിൽ വൈദ്യപരിശോധനയ്ക്ക് പോയിരുന്നു. രണ്ടാമത് അമേരിക്കൻ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഇത് 3ാമത്തെ തവണയാണ് അദ്ദേഹം ഈ വലിയ പട്ടാള ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി പോകുന്നത്. വൈദ്യപരിശോധനയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണെന്ന മട്ടിലാണ് ആശുപത്രി പറയുന്നത്. എങ്കിൽ പോലും നിരന്തരമായ ഈ ആശുപത്രി സന്ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പാദത്തിൽ കാണപ്പെടുന്ന വലിയ നീര്, അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വലത്തെ കൈപാദത്തിൽ വലിയ ഒരു പാട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്.
അത് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തതിലും കൂടുതലായിട്ട് അദ്ദേഹം ആസ്പിരിൻ ഗുളികകൾ കഴിക്കുന്നത് കൊണ്ടാണ് എന്നാണ് കഴിയുന്നത്. കയ്യിൽ വലിയ പാടുകൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ കണ്ട, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പ്രായത്തിൻ്റേതായിട്ടുള്ള അല്ലാതെ ഈ റാഷസ് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് പൊതു മീറ്റിങ്ങുകളിലും പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലുമെല്ലാം അദ്ദേഹം ഉറക്കം തൂങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ കൺപോളകൾ വീർത്തു തൂങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള വല്ലായികകൾ ഡൊണാൾഡ് ട്രംപ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡൻറ്റ് ഇതാ വൃദ്ധനായിരിക്കുന്നു. ഈ കാൽപാദങ്ങളിൽ വലിയ നീരുള്ളതിനാൽ അദ്ദേഹം വളരെ തിക്കായിട്ടുള്ള സോക്സസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, കാലുറകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് അദ്ദേഹത്തിന് ഡിസ്കംഫർട്ട് നൽകുന്നത് കാരണം അദ്ദേഹം അത് ഇപ്പോൾ ഒഴിവാക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ കൈകളിലെ പാടുകൾ, കൈപ്പാദത്തിലെ പാടുകൾ മായ്ക്കുവാൻ വേണ്ടി വലുതായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ആ ശ്രദ്ധയെ പോലും മറികടന്ന് ഈ പാടുകൾ ലോകമാധ്യമങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. നിരവധി ചിത്രങ്ങളിൽ നമുക്കത് കാണാനും കഴിയുന്നുണ്ട്. ഇനി ഫിസിക്കൽ എക്സർസൈസസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം നീണ്ട നേരം ഗോൾഫ് കളിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം 9 കിലോമീറ്റർ 10 കിലോമീറ്റർ ഗോൾഫ് കളിക്കുന്ന സമയത്ത് നടക്കാറുണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഒരു ദിവസം 1 മിനിറ്റ് പോലും അദ്ദേഹം ശാരീരികമായ വ്യായാമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെക്രട്ടറി റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ പറയുന്ന മറ്റൊരു രസകരമായ കാര്യമുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് നമ്മെ അതിശയപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത രീതിയിൽ അദ്ദേഹം ചോക്ലേറ്റ് കഴിക്കുന്ന കാര്യത്തിൽ, ക്യാൻഡി കഴിക്കുന്ന കാര്യത്തിൽ, മക്ഡൊണാൾഡ്സിൻ്റെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഡയറ്റ് കോക്കിൻ്റെ കഴിക്കുന്ന അളവ്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ്, ഇതൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ പറഞ്ഞത്. ഈ വരുന്ന ജൂൺ 14 തീയതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ 80ാം പിറന്നാൾ. അടുത്ത കാലത്ത് പത്രക്കാരെ കാണുമ്പോഴാകട്ടെ, ലോക നേതാക്കന്മാരെ കാണുമ്പോഴാകട്ടെ, യുദ്ധത്തിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുമ്പോഴാകട്ടെ, സ്വകാര്യ സംഭാഷണങ്ങളിലാകട്ടെ നാം രോഗാതുരനായ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിനെയാണ് കാണുന്നത്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ലിയനിഡ് ബ്രഷ്നേവ് എന്ന് പറയുന്ന അവരുടെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അവസാന കാലമാണ്. എപ്പോഴും ആളുകളുടെ സഹായത്തോടു കൂടി മാത്രം യോഗങ്ങളിൽ വരികയും എടുത്തു കൊണ്ടുവരുന്നത് പോലെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ നേതാവായി അദ്ദേഹം തുടരുകയായിരുന്നു. ലിയനിഡ് ബ്രഷ്നേവിൻ്റെ അവസാന കാലത്തെ ആരോഗ്യനില എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ്റെ തന്നെ അവസാന കാലത്തെ ആരോഗ്യ നിലയെ മോശമാക്കിയത് എന്ന് ഗോർബച്ചേവ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അമേരിക്ക അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വാർദ്ധക്യം ഇതാ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ഈ നോട്ടോടുകൂടി ദില്ലി ദാലിയുടെ ഈ ലക്കം സമാപിക്കുകയാണ്. നമ്മുടെ ലോകം 7 മിനിറ്റിൽ എന്ന പോഡ്കാസ്റ്റ് പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.